നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാനേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങിയാൽ അന്തസ്സോടെ ജീവിക്കാം. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് വളരെ പ്രതീക്ഷയോടെ ബിഗ് ബോസിലെത്തിയ രേണു സുധിക്ക് അവിടെയും പലകുറി പകച്ചു നിൽക്കേണ്ടി വന്നു, അപമാനിതയായി നിൽക്കേണ്ടി വന്നു. അതിന് വഴിയൊരുക്കിയ സാഹചര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ മുൻപ് ബിഗ് ബോസിനെയും അതിൽ പങ്കെടുത്ത മത്സരാർത്ഥികളെയും അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളെയും അവർ അതിനകത്ത് നേരിട്ടതും പുറത്തു വന്ന് നേരിട്ടതുമായ വിഷയങ്ങളെയും കുറിച്ച് പറയുകയും എഴുതുകയും ചിലപ്പോഴെങ്കിലും അതിൽ നടക്കുന്ന വൃത്തികേടുകൾക്കെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട്. അന്നൊക്കെ പലരും എന്നോട് പറഞ്ഞു, ഇതൊരു കൂതറ പരിപാടിയല്ലേ, അത് കാണുകയും അഭിപ്രായം പറയുകയും ഒന്നും ചെയ്യരുതെന്ന്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതും ജനപ്രീതി നേടിയതുമായ ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. അതിൽ ജാതി വർണ്ണ വർഗ വിവേചനമില്ലാതെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തരും അപ്രശസ്തരുമായ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. വിവിധ ജീവിത സാഹചര്യങ്ങളിൽ നിന്നെത്തുന്ന അവരുടെയൊക്കെ യഥാർത്ഥ ജീവിതവും സ്വഭാവവും തുറന്നു കാട്ടുന്ന ഒരു ഷോ കൂടിയാണിത്. ഞാൻ പഴമയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം തന്നെ പുതുമയെയും ചേർത്ത് വെച്ച് പുതിയ കാലത്തിലൂടെ പുതിയ തലമുറയ്ക്കൊപ്പം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? നല്ലതിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാൻ പറ്റാത്തതിനെ തള്ളിക്കളയുവാനും നമുക്ക് സാധിക്കുമല്ലോ. അതിൽ പങ്കെടുക്കുന്നവരിൽ പലരും പേരിനും പ്രശസ്തിക്കും വേണ്ടി മത്സരിക്കാൻ എത്തിയവരാണെങ്കിൽ മറ്റു ചിലരാവട്ടെ അവരുടെ ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാണ്. ബിഗ് ബോസ് എന്ന പരിപാടിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുള്ളതുപോലെ തന്നെ ആ പരിപാടിയോട് അനിഷ്ടമുള്ളവരും ധാരാളമുണ്ട്. മലയാളം ബിഗ് ബോസിനെ ഇത്രത്തോളം പ്രചാരം നേടിക്കൊടുത്ത് നിലനിർത്തുന്നത് ഈ ഷോയെ നയിക്കുന്ന മോഹൻലാൽ എന്ന ഒറ്റയാനാണ്. അദ്ദേഹം ആഴ്ചയിൽ 2 ദിവസമാണ് പ്രത്യക്ഷപ്പെടുന്നത്. മോഹൻലാൽ ഈ ഷോയിൽ ആങ്കറായി വരുന്നതിനോട് കടുത്ത എതിർപ്പുള്ള മോഹൻലാൽ ആരാധകരുമുണ്ട്. എന്നാൽ മറ്റെല്ലാ ഭാഷകളിലുമുള്ള ബിഗ് ബോസ് ഷോകളിലും ഉയർന്ന താരമൂല്യമുള്ള നടന്മാർ തന്നെയാണ് അവതാരകരായി എത്താറുള്ളത്. ശതകോടികളാണ് അവരതിന് പ്രതിഫലവും വാങ്ങുന്നത്. ബിഗ് ബോസ് 6 സീസണുകൾ പിന്നിട്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ലെസ്ബിയൻ കപ്പിൾ പങ്കെടുക്കുന്നത്. ആദിലയും നൂറയും. അവർ 2 വ്യക്തികളാണെങ്കിലും ബിഗ് ബോസിൽ ഒന്നായി നിന്നാണ് കളിക്കുന്നത്. ലെസ്ബിയൻ കപ്പിൾ എന്ന് പറഞ്ഞപ്പോൾ പലരും നെറ്റിച്ചുളിച്ചു. അത് അംഗീകരിക്കാൻ പറ്റാത്ത നിരവധി ആൾക്കാരുണ്ടെന്നുള്ളത് സത്യമാണ്. കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണേണ്ട ഷോ അല്ലേ എന്നാണ് അവരുടെ ഭാഷ്യം. എന്നാൽ ഇത്രയും നാളത്തെ കാഴ്ചയിൽ നിന്നും അരോചകമായി ഒന്നും തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അവർ ഷോയിലേക്ക് വന്ന ദിവസം പറഞ്ഞത്, ഞങ്ങൾ ഒന്നിച്ചുള്ള ജീവിതം വീട്ടിലോ നാട്ടിലോ ഞങ്ങളുടെ സ്വന്തക്കാരോ ആരും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സമൂഹത്തോട് പറയാൻ കൂടി വേണ്ടിയാണ് ഈ ഷോയിലേക്ക് വന്നത്. സിനിമാ നടനായ അപ്പാനി ശരത്ത്, മുൻഷി രഞ്ജിത്ത്, കലാഭവൻ സരിക, സ്റ്റാർ മാജിക് താരം അനുമോൾ, മൺമറഞ്ഞ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി, സീരിയൽ നടൻ ഷാനവാസ്, ഇവരൊക്കെ പ്രേക്ഷകർക്ക് സുപരിചിതരാണല്ലോ. എന്നാൽ സീസൺ 7-ൽ മുൻ സീസണുകളെ അപേക്ഷിച്ച് ഡോക്ടർ, വക്കീൽ, ഫാഷൻ കൊറിയോഗ്രാഫർ, ഗായകൻ, ഷെഫ്, മോഡലിംഗ് താരം തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചവർ ഈ ഷോയിലുണ്ട്. സീസൺ 7-ൽ പങ്കെടുക്കുന്നവരിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ സാമ്പത്തികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും ഉന്നത നിലവാരം പുലർത്തുന്നവരും സ്വയം പര്യാപ്തത നേടിയവരുമാണ്. എന്നാൽ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ കഴിവുള്ള ഒരു കലാകാരന്റെ വിധവയായ നിർധനയായ ഭാര്യ കൂടി ഇവരോടൊപ്പമുണ്ട്. കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി. സുധിയുടെ പെട്ടെന്നുള്ള വിയോഗം അവരിൽ ഏൽപ്പിച്ച ആഘാതം ചെറുതൊന്നുമല്ലല്ലോ. നമ്മളും ആ വിയോഗത്തിൽ അത്യധികം വേദനിച്ചിട്ടുള്ളവരാണല്ലോ. ഒരു കൈക്കുഞ്ഞുമായി ജീവിതം ഇനി എന്തെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഒരു വേള അവർ പകച്ചു നിൽക്കുന്ന സമയമുണ്ടായി. ആ സമയം മനസാക്ഷിയുള്ള പലരും അവരെ സഹായിക്കാനെത്തി. അതൊക്കെ ഒരുപക്ഷെ സുധി എന്ന കലാകാരനോടുള്ള സ്നേഹാദരവ് കൊണ്ടുമാകാം. എന്നാൽ പിന്നീട് രേണുവിന്റെ വായിൽ നിന്നും സഹായം ചെയ്തവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളും ഉണ്ടായിട്ടുമുണ്ട്. അത് അവരുടെ അറിവില്ലായ്മയും വളർന്നു വന്ന ചുറ്റുപാടും സാഹചര്യവും
ഒപ്പം തകർന്ന മാനസിക നിലയും ഒക്കെ കൊണ്ടാകാം. അത് മനസ്സിലാക്കിയത് കൊണ്ടാകാം പലരും അവരോട് ക്ഷമിച്ചതും. അവരുടെ മനസ്സിനൊരു സന്തോഷവും ചെറിയൊരു വരുമാനവും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം അവർ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ ഇഷ്ടവും അവകാശവുമാണ്. അതിനെയൊന്നും ആർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശവുമില്ല. എന്നാൽ അവർ സോഷ്യൽ മീഡിയയിൽ കടന്നു വന്ന ഡാൻസും റീൽസും അഭിനയവും ഒക്കെ കാഴ്ചവെച്ചതിന് പിന്നിൽ മറ്റൊരു വശവും കൂടി ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് 7-ൽ മത്സരാർത്ഥിയായി കയറാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒരു അബലയായ സ്ത്രീ പൊരുതി നേടിയ വിജയമാണ് ബിഗ് ബോസിലേക്കുള്ള രേണു സുധിയുടെ എൻട്രി. അതിനുവേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ, അപവാദങ്ങൾ, ബോഡി ഷെയ്മിങ്ങുകൾ തുടങ്ങി പരിഹാസങ്ങളുടെയും അവഗണനയുടെയും ഒരു കൂമ്പാരം തന്നെ അവരുടെ മേൽ ചൊരിഞ്ഞു. രേണു ഇതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് സധൈര്യം നേരിട്ടപ്പോൾ അവരുടെ ഉള്ളിലെ തേങ്ങൽ, അവരുടെ സങ്കടങ്ങൾ അതാരും കണ്ടിരുന്നില്ല. ബിഗ് ബോസിൽ എത്തപ്പെട്ടപ്പോൾ അവൾ ഒരുപക്ഷെ ആഗ്രഹിച്ചു കാണും അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന്. എന്നാൽ അവളുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരുന്നു. അവിടെയും അവളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ചിലരെയൊക്കെ കാണാൻ സാധിച്ചു. നെവിൻ എന്ന മത്സരാർത്ഥി പറയുന്നു രേണുവിന്റെ മുഖം കാണുമ്പോൾ ഫൂ എന്നാട്ടാൻ തോന്നുന്നുവെന്ന്. അവൻ പിന്നീട് പറയുന്നു ആ മുഖം ഭിത്തിയിൽ പിടിച്ചുരയ്ക്കാൻ തോന്നുന്നുവെന്ന്. അവിടെയും അവൻ നിർത്തിയില്ല, വീണ്ടും പറയുന്നു ഡാഗിനി അമ്മുമ്മയെ പോലുണ്ട് മുഖമെന്ന്. ഇവനൊക്കെയാണോ സംസ്കാര സമ്പന്നൻ? ഇങ്ങനെയൊക്കെ രേണുവിനെ ആക്ഷേപിച്ചപ്പോൾ, വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ അത് പ്രേക്ഷകരിൽ നിന്നും വോട്ടാക്കാമെന്ന് കരുതി കാണും ഈ മണ്ടൻ. അയാൾ രേണുവിൽ കണ്ട കുറ്റം സാമ്പത്തിക കുറവും സൗന്ദര്യക്കുറവും ആയിരിക്കാം. ഞാൻ ഇവിടുത്തെ ഗുണ്ടിയാണെന്ന് സ്വയം വിശേഷിപ്പിച്ച ജിസൈലിനെ ഒരിക്കൽ പോലും ആ പേര് വിളിക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല. അതൊരു പക്ഷേ അവരുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയും സാമ്പത്തികപരമായ ഉയർച്ചയും കണ്ടിട്ടാകാം, അല്ലെങ്കിൽ ഭയം കൊണ്ടുമാകാം. എന്നാൽ ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്തതും രേണു സുധിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചതും കണ്ടിരുന്ന പ്രേക്ഷകർക്ക് പോലും മനോവേദന ഉണ്ടാക്കിയ ഒരു സംഭവമുണ്ടായി. അക്ബർ ഖാൻ എന്ന സഹ മത്സരാർത്ഥിയിൽ നിന്നുമാണത്. ബിഗ് ബോസ് മത്സരാർത്ഥികളോട് നിങ്ങൾക്ക് അടുപ്പമുള്ള ഒരാളെയും അടുപ്പമില്ലാത്ത ഒരാളെയും രണ്ടുപേരെയും വിളിച്ച് ഓരോ ഓമന പേരിടാൻ ആവശ്യപ്പെട്ടപ്പോൾ പലരും ഇട്ട പേരുകൾ പൂമ്പാറ്റ, ബേബി ഡോൾ, മുള്ളംപന്നി, പാഷാണത്തിൽ കൃമി തുടങ്ങിയവയായിരുന്നു. രേണു സുധിക്ക് അക്ബർ ഖാൻ ചാർത്തിക്കൊടുത്ത ഓമന പേര് അവളുടെ ഹൃദയത്തെ പിളർക്കുന്നതും എല്ലാവരെയും ഞെട്ടിക്കുന്നതും സ്ത്രീ സമൂഹത്തെ ആക്ഷേപിക്കുന്നതുമായിരുന്നു. അയാൾ അവൾക്കിട്ട പേരാണ് സെപ്റ്റിക് ടാങ്ക്, അതായത് മനുഷ്യ വിസർജനം സൂക്ഷിക്കുന്ന ഇടം. ഇത് കേട്ടുകൊണ്ട് രേണു സുധി നിന്ന നിൽപ്പ് ഹൃദയഭേദകമായിരുന്നു. അപമാനിതയായ അവൾ മാറി നിന്ന് നിറ കണ്ണുകളോട് പറയുന്നു ഞാൻ ആ പേര് കേട്ട് ഉരുകിപ്പോയി എന്ന്. ഞാൻ ഒരുപാട് അധിക്ഷേപങ്ങൾ കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പല പേരുകളും പലരും എനിക്ക് ചാർത്തി തന്നിട്ടുണ്ടെങ്കിലും ഇതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അവർ വീണ്ടും സങ്കടത്തോടു കൂടി പറയുന്നു ഞാനൊരു സ്ത്രീയല്ലേ, ഒരു അമ്മയല്ലേ, ഒരു വിധവയല്ലേ, എന്നോട് അല്പം കൂടി ദയ കാണിക്കാമായിരുന്നു. രേണു സുധി ഒരുപക്ഷെ സാമ്പത്തികമായി ഉന്നത നിലവാരത്തിലുള്ള ഒരു കുടുംബത്തിൽ നിന്നും വന്നതാണെങ്കിൽ ഇവനൊക്കെ ഇത്തരം നിലവാരമില്ലാത്ത വൃത്തികെട്ട വാക്കുകൾ രേണുവിന് നേരെ എടുത്തെറിയുമോ? അയാളുടെ സ്വന്തം സഹോദരിയെയോ ഭാര്യയെയോ അമ്മയെയോ ഇത്തരം ഓമന പേരിൽ വിളിക്കുമോ? ഇത് സ്ത്രീകളെ മൊത്തം അപമാനിക്കുന്നതാണ്, സ്ത്രീ വിരുദ്ധതയാണ് എന്നവൾ ചങ്ക് പൊട്ടി പറഞ്ഞപ്പോൾ അയാൾ ധിക്കാരത്തോടെയും അഹങ്കാരത്തോടെയും പറയുന്നു നീ മൊത്തം സ്ത്രീകളുടെയും അട്ടിപ്പേരവകാശം ഏറ്റെടുക്കണ്ട എന്ന്. ഇങ്ങനെയൊക്കെ ഉള്ളവനെയാണോ അവിടെ വോട്ട് കൊടുത്ത് നിലനിർത്തേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കണം. ബിഗ് ബോസിലാണെങ്കിലും പുറത്താണെങ്കിലും രേണു അങ്ങോട്ട് ചെന്ന് ആരോടും വഴക്കുണ്ടാക്കാറില്ല. അവരുടെ നേരെ വരുന്നതിനോട് മാത്രമാണ് അവർ ശക്തിയായി പ്രതികരിക്കുന്നത്. ഇത്രയും ദിവസം പിന്നിട്ടിട്ടും അവളോട് മാത്രം സഹകരിക്കാത്തതും മിണ്ടാത്തതുമായ പലരും അവിടെയുണ്ട്. അവളെ ഏതോ നികൃഷ്ട ജീവിയെ പോലെയാണ് അവർ കാണുന്നത്. സുധി എന്ന മിമിക്രി കലാകാരനോടുള്ള എന്റെ സ്നേഹവും സ്മരണയും അയാളുടെ ഭാര്യയായിരുന്ന നിരാലംബയായ ആശ്രയമറ്റ രേണു സുധിക്ക് എന്റെ വോട്ടായി ഞാൻ നൽകും. പ്രേക്ഷകരെ, നിങ്ങളുടെ മനസ്സിലെ സ്നേഹത്തിന്റെ ഉറവ പറ്റിയിട്ടില്ല എങ്കിൽ വോട്ട് നൽകി ആ പാവത്തിനെ സഹായിക്കൂ. അവളെ അവിടെ നിലനിർത്തൂ. അവളും ആ കുഞ്ഞിനെയൊക്കെ വളർത്തി ഈ സമൂഹത്തിൽ നമ്മോടൊപ്പം നന്നായി ജീവിക്കട്ടെ. രേണുവിന് വിജയാശംസകൾ നേരുന്നു. നടന്നു കയറുന്ന ചവിട്ടുപടികളിൽ ഒരാളുടെയും കണ്ണുനീരില്ലെന്ന് ഉറപ്പുവരുത്തണം. ഉയരങ്ങളിൽ എത്തുമ്പോൾ പിന്നിൽ ഒരാളുടെയും ശാപമില്ലെന്ന് ഉറപ്പുവരുത്തണം. അല്ലാത്തതൊന്നും നിലനിൽക്കില്ല. അല്ലെങ്കിൽ കാലത്തിന്റെ മുൻപിൽ കണക്ക് പറയേണ്ടി വരുമെന്നോർക്കുക. നിർത്തുന്നു. നന്ദി, നമസ്കാരം.